നരേന്ദ്രമോദി തൃശൂരിൽ വരുന്നത് സ്വരാജ് റൗണ്ടിൽ ചുമ്മാ ഒരു റോഡ് ഷോ നടത്തി ഡൽഹിക്ക് മടങ്ങാനല്ല. അതിന് പിന്നിൽ വ്യക്തമായ പദ്ധതിയും ലക്ഷ്യവുമുണ്ട്. മോദി എന്തുകൊണ്ട് തൃശൂരിലേക്ക് എന്ന ചോദ്യത്തിന് മൂന്നുത്തരങ്ങൾ. ഒന്ന്, കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ ബി ആദ്യമായി താമര വിരിയിച്ച ലോക്സഭാ മണ്ഡലം. രണ്ട്, സുരേഷ് ഗോപി ജയിച്ച 2024 തെരഞ്ഞെടുപ്പിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6ലും BJPക്ക് കിട്ടിയ കൂറ്റൻ ലീഡ്. മൂന്ന്, കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടക്കം BJPയുടെ 3 പ്രധാന നേതാക്കൾ മത്സരിക്കുന്നത് തൃശൂർ ജില്ലയിൽ. 2024 കെ മുരളീധരൻ ലീഡ് നേടിയ ഗുരുവായൂർ ഒഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളും BJPക്കൊപ്പം നിന്നു. തൃശൂർ മണ്ഡലത്തിൽ മാത്രം സുരേഷ് ഗോപി മുരളീധരനെ പിന്നിലാക്കിയത് 15,000-ലധികം വോട്ടുകൾക്കാണ്. മണലൂരിൽ 2ാം സ്ഥാനത്ത് വന്ന VS സുനിൽകുമാറിനേക്കാൾ 8,000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു സുരേഷ് ഗോപി. ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി വ്യക്തമായ ലീഡ് നേടി. 2024 സുരേഷ് ഗോപിക്ക് ലീഡ് നേടാൻ കഴിയാതിരുന്ന ഒരേയൊരു മണ്ഡലം ഗുരുവായൂറാണ്. അന്നെതിരാളികൾ മുരളീധരനും സുനിൽകുമാറും ആയിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല സാഹചര്യമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക്. ഏറ്റവും പ്രധാനം പത്മജ വേണുഗോപാൽ തൃശൂരിൽ മത്സരിക്കുന്നു എന്നതാണ്. 2024 തൃശൂർ നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ലീഡ് നിലനിർത്തിയേ പറ്റൂ. അതിന് പറ്റിയ സ്ഥാനാർത്ഥി പത്മജയാണ്. കെ കരുണാകരന്റെ മകൾ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിന് മോദി തന്നെ വരണം. ജില്ലയിലെ മറ്റു 2 ശ്രദ്ധേയ മണ്ഡലങ്ങൾ മണലൂരും ഗുരുവായൂരുമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് കരുക്കൾ നീക്കിയ പ്രധാന വിജയശില്പി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആണ് മണലൂരിൽ മത്സരിക്കുന്നത്. ഗുരുവായൂരിലാകട്ടെ B ഗോപാലകൃഷ്ണനും. രണ്ടിടത്തും ഒരു കാരണവശാലും BJPക്ക് വോട്ട് കുറയാൻ പാടില്ല. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ്. അതിനാൽ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രചാരണത്തിന് നരേന്ദ്രമോദി തന്നെ വരണം. അന്ന് മോദി വന്നു, സുരേഷ് ഗോപി ജയിച്ചു. ഈ വരവും BJPക്ക് വിജയം സമ്മാനിക്കുമോ? നോക്കാം.